ഹലോ, നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചെടീൻ്റെ പുറകെയാണ് കുറച്ച് മുട്ടത്തോടെല്ലാം അതെല്ലാം ഒന്ന് പൊടിച്ച് നമ്മളെ റോസ ചെടീൻ്റെ ചോട്ടിലിട്ട് കൊടുത്തതാണ്. അപ്പോൾ മണ്ണ് കുറച്ച് ഉറച്ച് നിൽക്കുന്നതായതുകൊണ്ട് ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ് മുട്ടത്തോട് നന്നായിട്ടൊന്ന് പൊടിച്ചിടുന്നത്. അപ്പോൾ മണ്ണും മുട്ടത്തോടുമായിട്ട് നല്ലോണം അങ്ങോട്ട് യോജിക്കുമല്ലോ. അപ്പോൾ മുട്ടത്തോട് അറിയാമല്ലോ, നമ്മൾ റോസ ചെടിക്കെല്ലാം നല്ല സാധനമാണ്. അതായത് ഉള്ളി അതുപോലെ ഞാൻ ഉള്ളീൻ്റെ തോലും അതെല്ലാം കൊണ്ടേ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും നല്ല സാധനം. പിന്നെ ചായപ്പൊടി അതെല്ലാം നമ്മളെ റോസ നന്നായിട്ട് വളരാനെല്ലാം നല്ലൊരു വളം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് 10 മണി ചെടിയാണ്. ഇതിലധികം ബലത്തിൽ ഞാൻ ആ മണ്ണ് മാന്തി കൊണ്ട് മാന്തിയാൽ വിവരം അറിയും. ആടുന്ന് ഇടുന്നെല്ലാം പൊട്ടി പോകുന്നുണ്ട്. വേര് അധികം ഒന്നും കട്ടിയില്ലാത്ത സാധനമല്ലേ, ഒന്ന് മാന്തുമ്പോഴേക്ക് അതെല്ലാം പൊട്ടി വരും. അപ്പോൾ അത് ചെറുങ്ങനെ ഒന്ന് മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ. ആരെങ്കിലും പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്, നോക്കും അതിൻ്റെ പേരറിയില്ല. എന്തോ ഒരു പേര് മറന്നുപോയി കേട്ടോ. ചിന്തിച്ച് നിന്നിട്ട് കാര്യമില്ല, എൻ്റെ വീഡിയോ അങ്ങ് പോകും, വോയിസ് ഓവർ പിന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം കണ്ടത് ഒരു പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്, അതായത് വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ചെടിയാണ്, ചുവന്ന പൂവുള്ളത്. അതും അതുപോലെ വേഗം പിടിച്ചെടുക്കും, അതുപോലെ മഴ വരുമ്പം വേഗം ചീഞ്ഞു പോകുന്ന ചെടിയാണ്. പിന്നെ ഇത് നമ്മളെ ബോഗൺ വില്ല അതല്ലേ, അത് ഇതിപ്പോൾ പിടിച്ചെടുക്കാൻ പണിയാണ്. ഞാൻ നല്ല വെയിലുള്ള സമയത്ത് നട്ടേരം കുറേ കൊമ്പ് നട്ടിട്ട് ആയിട്ടില്ല. പിന്നെ മഴയത്ത് നട്ടേരാന്ന് ആയത്. ഇതിൽ നിറച്ച് ഇലയുണ്ടേനെ നമ്മളെ മോനൂട്ടം വന്നിട്ട് കുറച്ച് നുള്ളി പറിച്ച് കളഞ്ഞ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ ചെടിയെ നോക്കുമ്പോൾ ഇല കാണുന്നില്ല. ചോദിച്ചാൽ പറയും ഞാൻ പൂവൊന്നും പറിച്ചിട്ടില്ല, ഇല മാത്രമേ പറിച്ചിട്ടുള്ളൂ എന്ന്. പൂവാകാനായിട്ടില്ല. അത് നിറച്ചു ഇല വന്ന് ഉഷാറായതിനും സാരമില്ല, വെള്ളം നനക്കുമ്പോൾ ഉഷാറായിക്കോളും. പിന്നെ അതുപോലെ ഇതൊരു വെള്ള പനിനീർ ചെടിയാണ്. അതിൽ പേരിനൊരു പൂവുണ്ട്, പക്ഷേങ്കിൽ വൃത്തികെട്ട പൂവായിപ്പോയി. അത് നല്ല പൂവൊന്നുമല്ല. പൂവിൻ്റെ അല്ലിയെല്ലാം കൊഴിഞ്ഞ് ഒന്നാമത് ചെടി മര്യാദക്ക് നോക്കാത്തതുകൊണ്ടാണ് ചെടിയെല്ലാം ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്നത്. ചെടി വെക്കാനൊരു സൗകര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയത്. പിന്നെ ഇതൊരു ബുഷ് ചെടിയാണ്. ബുഷ് ചെടി എന്നല്ലേ പറയാം, ഞാനിട്ട പേര് ബുഷ്, എനിക്ക് ബുഷായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ബുഷ് ചെടി എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് വിടുന്നത് ഇത് നമ്മളെ ഓർക്കിഡിലും അതുപോലെ കുറേ തൈകളുണ്ട്, വന്നിട്ട് ചട്ടിയിൽ മാറ്റി നടണം. അപ്പോൾ നമ്മൾ രാവിലത്തെ ചെടീൻ്റെ വിശേഷങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. രാവിലെ ചായൻ്റെ കടിയാക്കേണ്ട തിരക്കാന്ന് കേട്ടോ. നമ്മൾ നേരം വൈകിട്ടെല്ലാം എണീക്കുന്ന സമയത്ത് നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പലഹാരമാണ് ഇത് കേട്ടോ. ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിട്ട് കുഴക്കുക, വെള്ളം ചേർക്കുക, വെള്ളം പോട്ടെ തേങ്ങ ചേർക്കുക, പിന്നെ അങ്ങ് ഉരുട്ടുക, വെക്കുക. പക്ഷേങ്കിൽ ഇത് ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ടിട്ടുണ്ടേ. മധുരം ഇല്ലാന്ന് എന്നോട് ആരാ പറഞ്ഞു? ഇതിൻ്റെ അതേ മധുരം ഇട്ടിനി. പിന്നെ എങ്ങനെയാ വലിയത് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ മധുരം വെച്ചത്, ഇത് പുറത്ത് വെച്ചത്. പോയി പല്ല് തേക്കാം ആദ്യം. നീ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാൻ തന്നെയാണ്. അത് ഉള്ളിൽ മധുരം വെച്ചത്, ഇത് ഞാനിങ്ങനെ പുറത്ത് വെല്ലവും തേങ്ങയും വെച്ച് കുഴച്ചിട്ടാണ് ഇങ്ങനെ ഉരുട്ടി വെച്ചത്. കാണുന്നതിന് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. പിന്നെ നീ അങ്ങനെ നോക്കുമ്പോൾ കാണാത്ത ഇതിന് കളറുണ്ട്, വെല്ലത്തിൻ്റെ കളറുണ്ട്. പോയി പല്ല് തേച്ചോ അത്രയും വേണ്ടി, ഇതിനത്രയും മതി. ഇതിന് മൂടി എടുത്തിട്ടോ, മൂടി മധുരം ഉണ്ട്. ഇത് ഇപ്പൊ ഇങ്ങനെയാണ്, ഇത് വെന്ത് വരുമ്പോ കഴി ഇത് വെന്ത് വരുമ്പോ ആണ് ഇതിന്റെ കളറ് മാറും, അതായത് ആ വെല്ലത്തിന്റെ കളർ വരും. ഇപ്പൊ വെള്ളയായിട്ട് തോന്നിയാ മൂടി എടുക്കാൻ പാടി. നടക്ക് ചൂടാ അങ്ങനെ നടക്കുന്നുണ്ടാ, ഉള്ളണ്ട. നമ്മളെ കുഴക്കട്ട ആയിട്ടുണ്ട് കണ്ടാ. ഇപ്പൊ നോക്കിയാ പാടി കളറ് നോക്കടാ. പക്ഷെ ക്യാമറയിൽ തിരിയുന്നില്ല. ഇത് നല്ല ചുവപ്പ് കളറാ, ചുവപ്പല്ല വെല്ലത്തിന്റെ കളറാ. അത് തണിയണം, തണിഞ്ഞാലേ പറ്റുള്ളൂ, കുറച്ച് തണിയണം. എപ്പോഴും മധുരം ഉള്ളിൽ വെച്ചിട്ട് മധുരം തിന്നത് ഇങ്ങനെയും തിന്ന് നോക്കണം, ഒന്നല്ലേ വെറൈറ്റി ടേസ്റ്റ് അറിയും. രാവിലെ പണി എളുപ്പമാണെങ്കിലും മധുരം ഇല്ലെങ്കിൽ രണ്ടാളും ഇത് തൊടൂല കേട്ടോ. അപ്പം ഞാൻ ഇത് ഉള്ളിൽ മധുരം വെച്ചിട്ട് വലിയ ഇതാക്കിയിട്ടാണ് കൊടുക്കൽ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, പുറമെ ചെറുങ്ങനെയൊന്നും മധുരം വെച്ചിട്ടേ ഉള്ളൂ. അതിനുള്ള ഗുസ്തിയാണ് ഇപ്പം കേട്ടത്. അപ്പോൾ ചായൻ്റെ പരിപാടിയെല്ലാം അവിടെ കഴിഞ്ഞ് ഇതൊരു മരത്തിൻ്റെ ഒരു കുറ്റി ഉണ്ടായിരുന്നു, ഒരു നമ്മളെ തേക്കിൻ്റെ പൊട്ടി വീണതാണ്. അതിൻ്റെ കുറ്റി നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. കുറ്റിയാണെങ്കിലും നല്ല വിറകിന് പറ്റിയതാണ് കേട്ടോ, നല്ല നീളമുള്ളതാണ്. അപ്പോൾ
അതൊന്ന് ശ്രീയേട്ടൻ അതൊന്ന് കൊത്തി കീറി എടുക്കലാന്ന്. നല്ല വിറകല്ലേ, തേക്കിൻ്റെതാകുമ്പോൾ നന്നായിട്ട് തീ പിടിക്കാനും കത്താനും കുറേ നേരം കത്തി നിൽക്കാനും എല്ലാം നല്ലതാണ്. മാത്രമല്ല അത് കുറച്ച് നീളത്തിലും ഉണ്ട്, അതുകൊണ്ട് നല്ലൊരു വിറകാണ്. അതുകൊണ്ട് അതിൻ്റെ പരിപാടിയിലാണ്. ഇവിടെ ഒരാൾ അതിലും വലിയ പരിപാടിയിലാണ്. മേലെ ഷീറ്റിട്ട് തന്നെ മേലെ കയറിയിട്ട് അടിച്ച് വാരലാന്ന് വെച്ചാൽ മേലെ പ്ലാവിൻ്റെ ചപ്പ് വീണിട്ട് നിറച്ചും അതിൻ്റെ മേലെയാണ്. അപ്പോൾ രണ്ടാളും കൂടെ കാറ് അവരെ ചെറിയൊരു കളിപ്പാട്ടം അത് കഴുകാൻ വേണ്ടിയിട്ട് മേലെ കയറിയതാണ്. അപ്പോൾ ഓൾക്ക് അതൊന്ന് അടിച്ച് വരാൻ തോന്നി. ഇതാണ് പ്ലാവ്. ഈ പ്ലാവിൻ്റെ ചപ്പ് തേച്ച് വീണത് ഈ ഷീറ്റിൻ്റെ മേലെ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുമ്പോൾ ഫുള്ളത് നമ്മൾ താഴെ മുറ്റത്തോട്ടാണ് വരും. അതുപോലെ ഈ മോട്ടർ നിറഞ്ഞിട്ട് വീണത് ഇതിൻ്റെ മേലേക്കാണ്. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഇത് ഇവളീ പാറ്റനെ പോലെ ആയതുകൊണ്ട് ആക്കാനുമില്ലല്ലോ, പേപ്പറിൻ്റെ വെയിറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓളെ അങ്ങോട്ട് കയറ്റി. പക്ഷേ അമ്പാടീനെ ഞാൻ അങ്ങനെ ചവിട്ടാൻ വിടുന്നില്ലേ. അമ്പാടി ചവിട്ടുമ്പോഴേക്ക് ഞാൻ അമ്പാടീനെ കയറ്റീന്. സംഭവം വെയിറ്റ് അധികം വെയിറ്റ് ഉള്ള വെയിറ്റ് ഉള്ളവരങ്ങനെ ഇറങ്ങിയാൽ ചിലപ്പം പണി വാളൂല്ലേ. അതുകൊണ്ട് ഓനെ വേഗം കയറ്റീന്. ഇത് പിന്നെ വെയിറ്റൊന്നുമില്ല, അതുകൊണ്ട് അതിനെ തുള്ളിയാലും അത് വീഴൂല എന്നുള്ള ഉറപ്പാണ്. പിന്നെ ഞാനുണ്ട് കേട്ടോ അടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓള് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അത് കണ്ടേരം നല്ലൊരു ഇത് തോന്നിയിട്ട് അങ്ങോട്ട് ഇറങ്ങി അടിച്ച് വരുത്. അമ്പാടി അതിനനുസരിച്ച് ബാഗിൽ നിന്ന് പണി കൊടുക്കുന്നുണ്ട്, ഉള്ള ചപ്പ് തേച്ച് മാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കൈ എത്തിച്ചിട്ട് വേറൊരു ഇതിൻ്റെ മേലെ ഒരു കൊമ്പ് കെട്ടിയിട്ട് അങ്ങനെയാണ് അത് അങ്ങോട്ട് തട്ടി കളയൽ. നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പാടെ ഷീറ്റ് അടക്കം താഴെ വീലായിട്ടാവും. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ മേലെയുള്ളത്, ഷീറ്റിൻ്റെ മേലെ മൊത്തം ചപ്പും ചവറും നമ്മളത് അടിച്ചു വാരി ഇനി നമ്മൾ കാറ് കേൾക്കാൻ പോകാൻ. ഇത് എൻ്റെ കുഞ്ഞിക്കാറ്, ഇതാട്ടൻ്റെ കാറ് കാണിച്ചു കൊടുക്കൂ. ഒരു കുഞ്ഞു കുട്ടി വലിയൊരു കാറ് വാങ്ങിയിട്ടുണ്ട്. ഇത് എവിടുന്ന് വാങ്ങിയതാന്ന് പിന്നെ ഭയങ്കര കറക്ഷൻ. അമ്പാടിക്ക് ഇപ്പം ചെറിയ ചെറിയ എന്താ പറയണ്ടേ ഇങ്ങനെയുള്ള ഈ ഒരു കാറും വണ്ടിയും വെച്ച് കളിക്കട്ടെ ആ ഒരു ഇത് ഇപ്പം മാറിയിട്ടില്ല. ഒരു ഉത്സവത്തിന് പോയാലോ അമ്മേൻ്റെ പുറകെ നടന്നിട്ട് വാങ്ങിക്കൊടുത്തത് അമ്മേനോട് ഞാൻ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു നിന്നു. പക്ഷേ ഇവൻ പുറകെ നടന്ന് വാങ്ങിത്താ അമ്മേന്നും പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. കുഞ്ഞു കുട്ടിയാണെന്നാണ് വിചാരം ഇപ്പോൾ. എന്നാലും പറയും, ഞാൻ ചോദിക്കുമ്പോൾ പറയാം അതെൻ്റെ കളക്ഷനാണ്, ഇതെല്ലാം എൻ്റെ തന്നെയാണ്. എവിടെ പോയാലും ചെറിയ ചെറിയ കാറുകൾ കാണുമ്പോൾ വാങ്ങിത്തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ ചെറുതും വലുതും എല്ലാം ആയിട്ടൊരു 3-4 അത്രയേ ഉള്ളൂ കേട്ടോ. കളക്ഷൻ എന്നെല്ലാം പറയും, പക്ഷേ ഓനങ്ങനെ ഓടിക്കൊന്നുമില്ല. ഇതിന് കാണുമ്പോൾ ഒരു രസം, അങ്ങനെ വാങ്ങി കൂട്ടുന്നതായിരുന്നു ഇതെല്ലാം. അപ്പോൾ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടാന്നുള്ളത് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്ലീനിങ് ആയിപ്പോയി. ഇത് മേലത്തെ റൂമിലെ ഈ കട്ടിലിൻ്റെ പ്ലൈവുഡ് പൊട്ടിപ്പോയിനേനും. അപ്പോൾ അത് മാറ്റി അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. 2 റൂമിലെയും പോയി. അതിങ്ങനെ ഒരു പ്ലൈവുഡ് അല്ല, അതൊരു കബോർഡ്, എന്താ പറയുക, കാർബോർഡ് അല്ലേ, അതേനും. അത് നോക്കുമ്പോൾ പൊടിഞ്ഞു പോയിട്ട് ഇത് കണ്ട. അത് പൊളിച്ചത് എന്ത് ചെയ്ത് ഇവർ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ടിട്ട് എൻ്റെ പച്ചക്കറി, എൻ്റെ പച്ചമുളകെല്ലാം ഒടിഞ്ഞു പോയി. 2 ഒന്ന് ചോടോടെ പറഞ്ഞു പോയി, ഒന്ന് നടുവ് ഒടിഞ്ഞ്. പക്ഷേ ഞാനതിന് കൊള്ളിയെല്ലാം കുത്തി ലെവലാക്കി വെച്ച്. അപ്പോൾ ആ കാർബോർഡ് വീണത് പൊട്ടിപ്പോയതാട്ടാ കാണുന്നത്. അപ്പോൾ അത് താഴെ വെച്ചിട്ട് കൊണ്ടേ ഇടാനുള്ളതേ ഉള്ളൂ. എളുപ്പപ്പണിക്ക് അങ്ങോട്ട് താഴോട്ടിട്ട് അപ്പാടെ അതിനൊരു തീരുമാനമായി. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ഒരു പണി. ഉച്ചക്ക് തുടങ്ങിയ പണി ഒരു രാത്രി 8 മണി വരെയെങ്കിലും ഉണ്ടായിനെന്ന് തോന്നുന്നു. ഉണ്ട്. ഇതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ച് അതിന് ശേഷമാണ് ഒന്ന് താഴേക്ക് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇത് ഞാൻ മേലെ നിന്നൊന്ന് വെറുതെ ഒന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ മുൻവശം വഴി. ഇങ്ങനെ അങ്ങോട്ടാ തുണിയെല്ലാം വിരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് വഴി നമുക്ക് കേട്ടോ മുന്നിൽ. അപ്പോൾ മേലേന്ന് നേരം വെറുതെ ഒരു കൗതുകത്തിന് ഞാൻ താഴേക്ക് എടുത്തതാണ്. ഇതെല്ലാം റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പം കിട്ടിയതാണ് അമ്പാടീൻ്റെ ഫോട്ടോ. അമ്പാടി LKG UKG ആറ്റം പഠിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഫോട്ടോ വേണമെന്നുണ്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഓൻ്റെ റൂമെന്ന് പറഞ്ഞ് കൊണ്ടേ വെച്ചതാണ്. അപ്പോൾ എല്ലാം അടിച്ചു വാരിയതെല്ലാം അതിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ ഇതാ 1ൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടേ. ഈ റൂമിലെ പ്ലൈവുഡ് അടിച്ചു കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മിഷീൻ്റെ ചൂടിൽ ഉള്ള സംഭവം ആട്ടാ, മിഷീൻ്റെ മേലെയുള്ള തുണിയാട്ടാ കാണുന്നത്. അപ്പോൾ മിഷീൻ്റെ മേലെ തയ്ച്ച് വെച്ച തുണിയും എല്ലാം ഉണ്ടേനും. അപ്പോൾ ഇത് പൊടി അലർജി ആയിട്ട് ഇത് അടിച്ചു വാരിയതിന് 2 ദിവസം ഞാൻ ചുമച്ച് ഒരു പരുവായിന്. അതുകൊണ്ട് മാസ്ക് തുണി കെട്ടീന്. എന്നാലും ഇതിൻ്റെ പൊടി ഭയങ്കര പൊടിയല്ലേ, പ്ലൈവുഡിൻ്റെ പൊടി. അപ്പോൾ ഇത് പിടിപ്പിക്കുമ്പോൾ ഉള്ള പൊടി തന്നെ ഭയങ്കരേനു. എങ്ങനെയല്ലോ അടിച്ച് വരുമ്പം തന്നെ വല്ലാണ്ട് പൊടി പാറുന്നുണ്ടേനും. അതുപോലെ ഇതാ ജനലിൻ്റെ സൈഡിൽ ഇവരെ കരവിരുതുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. നല്ല ഫാബ്രിക് പെയിൻറ്റ്. അതിൻ്റെ അടുത്ത് എൻ്റെ ഡ്രിമ്മറും ഉണ്ടേനും. മിഷൻ്റെ ഡ്രോയിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചിന് ഡ്രിമ്മർ. അപ്പോൾ ഇത് അടിക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ പൊടി പാറുന്നത്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ കുറേ അവർ തീർത്തിന്. അതെല്ലാം കുപ്പികൾ കുറേ കാലിക്കുപ്പിയുണ്ട്, കുറേ കുപ്പി പെയിൻറ്റ് ഉള്ളതുണ്ട്. അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പൊടിയെല്ലാം തട്ടി അടിച്ച് വാരി വൃത്തിയാക്കലാന്നേ.
ഇതൊരു വല്ലാത്തൊരു പണി തന്നെയാണ്. ഈ പൊടി അടിച്ചു വാരലൊരു വല്ലാത്ത, എത്ര നമ്മൾ മാസ്ക് കെട്ടിയാലും അത് വല്ലാത്തൊരു എന്താ പറയണ്ടേ, ചുമച്ച് പണി ചെയ്യും. എന്താണെന്നറിയില്ല, പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര ചുമ വന്ന്, അതാണ് ഞാൻ അപ്പോഴേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തതാട്ടാ. അപ്പോൾ ആ ഒരു റൂമിൻ്റെ പണി കഴിഞ്ഞ് അപ്പോഴേക്ക് അതാ ഇപ്പോഴത്തെ റൂമിൻ്റെ പ്ലൈവുഡ് അടിക്കൽ കഴിഞ്ഞ്. അപ്പോൾ അതാ കാർബോർഡെല്ലാം അടിച്ച് നീക്കി മറ്റേ റൂമിൽ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യലാന്ന്. അപ്പോൾ ഒരുപാടുണ്ടായിന്. ഇതിന് എങ്ങനെ കത്തിച്ച് വൃത്തിയാക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനില്ല ഞാൻ. ഇതങ്ങനെ കത്തൂല, നമ്മളെ ഈ ഈർച്ചപ്പൊടിയാണെന്നാണ് പറയുന്നത് ഇത്, ഈ കാർബോർഡ്. അപ്പോൾ ഇത് കത്തണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പിന്നെ നമ്മൾ കുറേ ചപ്പെല്ലാം, ഉണങ്ങിയ ചപ്പെല്ലാം കൂട്ടി കത്തിക്കുമ്പോൾ അതിങ്ങനെ ആളി കത്തുമല്ലോ, അങ്ങനെ അതിൻ്റെ ഒന്നിച്ചെങ്ങാനും ഇട്ടിട്ട് നല്ല വെയിലുള്ള സമയത്ത് തന്നെ കത്തിക്കണം, എന്നാലേ ഇതെല്ലാം കത്തും. ഉണ്ടാക്കുക കുറച്ച് ഉറപ്പുണ്ട് സംഭവം. അപ്പോൾ അത് കത്തി പിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അടിച്ചു വാരി എല്ലാം കൂടെ കൂട്ടി എടുത്ത് ചാടാൻ നോക്കുമ്പോൾ അതാ പിന്നെയും വരുന്ന ഒരു ഫോട്ടോയും കൂടെ അമ്പാടീൻ്റെ. അത് കുറച്ച് വലുതായത് ഈ സമയത്തുള്ളതാണ് കേട്ടോ. 6ാം ക്ലാസ്സിലാണ്, 5ലെടുത്ത ഫോട്ടോ, 5ാം ക്ലാസ്സിലുള്ളവരെടുത്ത ഫോട്ടോ ആണ്. അതും ഓനെ അതുപോലെ മേലെ കൊണ്ടുവച്ചിട്ട് എല്ലാം തട്ടി, അവർ എല്ലാം തട്ടിയിട്ടേരം അതും ഈ ചവറിൻ്റെ ഉള്ളിലായിപ്പോയി. അതിപ്പം കണ്ടതുകൊണ്ട് കിട്ടി, നല്ല ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അതും എടുത്ത് അങ്ങ് മാറ്റി വെച്ച്. അപ്പോൾ ഇത് ആശ്വാസം, മാസ്ക് എല്ലാം കഴിക്കണം. മാസ്ക് അതും കൂടെ തുണിയും കൂടെ കെട്ടി നോക്കുമ്പോൾ വല്ലാണ്ട് ശ്വാസവും മുട്ടുന്ന, ഇത് ഊരിയിട്ട് ചെയ്യാനും പറ്റൂല, പണി കഴിഞ്ഞു പോലെ. അപ്പോൾ അതെല്ലാം അടിച്ചു വാരലെല്ലാം അടിച്ചു വാരി അതെല്ലാം കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുപോയിട്ട് അതിന് ശേഷം തുടക്കലാന്നേ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് അമ്പാടി ഇടക്കുന്ന കയറി വന്ന് ഇനി ഞാൻ തുടച്ച് തരാമേ കുറച്ചെന്ന് പറഞ്ഞാൽ, അടിച്ചു വാരേണ്ട സമയമാകുമ്പോൾ അമ്പാടീനെ കിട്ടൂലേ. തുടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നും കൂടെ ഞാൻ തുടക്കേണ്ടി വരും, കാരണം അത്രയ്ക്ക് വെള്ളമായിരിക്കും. പക്ഷേ എന്നാലും തുടക്കുന്ന കാര്യമെല്ലാം, അങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ, അടിച്ചു വാരലും കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞ്. ഇപ്പോൾ കിടക്കയെല്ലാം വൃത്തിക്ക് വിരിച്ചിട്ട് ഇപ്പോൾ ഒരാശ്വാസം. അപ്പോൾ ഇത് അമ്പാടി വേഗം അമ്പാടീൻ്റെ റൂമിൽ ഓൻ്റെ കുറച്ച് ചിത്രങ്ങളെല്ലാം വരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും പറിച്ച് കളഞ്ഞേക്കല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് വരച്ച് വെച്ചതാണ്. മോം ഡാഡ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതേതാ ചിത്രം എന്ന് അവനോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ആണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളത്, പിന്നെ കുറച്ച് രാവിലത്തെ കുറച്ച് പരിപാടികൾ, അങ്ങനെയെല്ലാന്നേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരും. എല്ലാവരും കൂടെ ഉണ്ടാകണം. അപ്പം നാളെ കാണാം. ബൈ.